بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്തും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരോരോരുത്തരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലും കാരുണ്യത്തിലും സദാസമയം ആവശ്യമുള്ള ആളുകളാണ്. അള്ളാഹുവിൻ്റെ കനിവില്ലാതെ, കാരുണ്യമില്ലാതെ ഒരു നിമിഷം പോലും ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അവൻ്റെ കാരുണ്യം നേടിയിട്ടല്ലാതെ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാവുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ 100 കൊണ്ട് ഭാഗിച്ചാൽ അതിലെ ഒരു ഭാഗം മാത്രമാണ് ദുനിയാവിലേക്ക് അള്ളാഹു ഇട്ടു തന്നിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും നാളെ പരലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഓരോ ജീവികളിലും ഓരോ വസ്തുക്കളിലും എത്രമാത്രമുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ വചനത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചുകൊണ്ട് അവൻ്റെ സ്വർഗത്തിൻ്റെ ആരാമങ്ങളിലെത്തുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോയിന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലഹുൽ ജന്ന. നിങ്ങളിൽ ഒരാളും
അവന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പ്രവാചകന്റെ വാചകം, ദുനിയാവിൽ കർമ്മങ്ങൾ കൊണ്ട് ഒരാളും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സകാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഇങ്ങനെ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങൾ കൊണ്ട് ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. ഇത് കേട്ട സമയത്ത് സ്വഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, വലാ അൻത, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളോ? കർമ്മങ്ങൾ കൊണ്ട് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. എങ്കിൽ താങ്കളും സ്വർഗത്തിൽ കർമ്മങ്ങൾ കൊണ്ട് പ്രവേശിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം നൽകി, വലാ അനാ, ഞാനും കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ ബാക്കി ഭാഗം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫളലിൻ വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും എന്നെ മൂടിയിട്ടല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട്, ശ്രേഷ്ഠതകൾ കൊണ്ട് ഒരു അടിമയെ, ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യനെ മൂടിയിട്ടല്ലാതെ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ കർമ്മങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, മറിച്ച് റബ്ബിന്റെ കാരുണ്യം കൊണ്ട്, ശ്രേഷ്ഠതകൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞാൽ മാത്രമേ സുഖാനുഭൂതിയുടെ, അനുഗ്രഹങ്ങളുടെ കലവറയായിട്ടുള്ള സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് പ്രവാചകൻ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, ആ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹു നമ്മളെ ശ്രേഷ്ഠത കൊണ്ട് മൂടാൻ നമ്മൾ എന്തു കാര്യമാണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്തു ആലി ഇംറാനിന്റെ 13-ാമത്തെ വചനത്തിൽ ആ കാരുണ്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്, വഅതീഉല്ലാഹ വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. അതീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. വറസൂല, അവന്റെ ദൂതനെയും പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവേയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണ് എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം. റബ്ബിന്റെ കാരുണ്യം ലഭിക്കാൻ, അവൻ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയാൻ, ശ്രേഷ്ഠതകൾ കൊണ്ട് നമ്മളെ മൂടാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അനുസരണയിൽ ഒന്നാം സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ഏതു മേഖലകളിലും, ഏതു രംഗങ്ങളിലും അല്ലാഹുവേയും റസൂലിനെയും നമുക്ക് അനുസരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആൻ 24-ാമത്തെ സൂറ 56-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്,
വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഖുർആൻ വീണ്ടും പറഞ്ഞു വആതുസ്സക്കാ, നിങ്ങൾ സകാത്തുകൾ നിങ്ങൾ നൽകണം. വഅതീഉർ റസൂല, പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ഈ 3 കാര്യം പറഞ്ഞിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചത് ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യം ലഭിച്ചേക്കാം. ഈ ആയത്തിൽ അല്ലാഹു 3 കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞത്. അതിലൊന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. 2 കാര്യങ്ങൾ ഖുർആൻ എവിടെ പറഞ്ഞത്? അഖീമുസ്സലാ. നമ്മൾ ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊക്കെ പരിശോധിച്ചാൽ നമസ്കരിക്കണം എന്ന് ഖുർആൻ ഒരു സ്ഥലത്തു പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ വാചകങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമസ്കരിക്കണമെന്ന് ഖുർആൻ ഒരു സ്ഥലത്തു പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഖുർആൻ എന്താ പറഞ്ഞത്? അഖീമുസ്സലാ എന്നാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ഹകീമാണ്, യുക്തിമാനാണ് എന്നത് ഈ ഒരൊറ്റ വാചകം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. എല്ലാവരും നമസ്കരിക്കാറുണ്ട് അല്ലേ? ഇനി തീരെ നമസ്കരിക്കാത്ത ആളുകളും റമദാനിലെങ്കിലും ഒന്ന് നമസ്കരിക്കും സഹോദരന്മാരെ. ഏതെങ്കിലും കുടുങ്ങിയ ഘട്ടത്തിലെങ്കിലും നമസ്കരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമസ്കരിക്കണമെന്നല്ല. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളപ്പോൾ, സൗകര്യം കൂടുമ്പോൾ ആളുകളൊക്കെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു പറഞ്ഞത് എന്താ? നമസ്കാരം നിലനിർത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെത്ര ആളുകളുണ്ട്? ഒരു ദിവസത്തെ 5 നേരത്തെ നമസ്കാരങ്ങൾ നിലനിർത്തുന്നവരെത്രയുണ്ട്? അവിടെയാണ് ഖുർആനിന്റെ പോയിന്റുകളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. ഏതെങ്കിലും ഒരു നമസ്കാരം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് ചൊറിച്ചിലുകൾ വരാറുണ്ടോ സഹോദരി സഹോദരന്മാരെ? ഒരു ജമാഅത്ത് നമുക്ക് കിട്ടാതെ പോകുമ്പോൾ അല്ലേ, ഒരു മനസ്സിന് വല്ലാത്ത പ്രയാസങ്ങൾ നമുക്കുണ്ടാകാറുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ കുറച്ചൊക്കെ തണുപ്പുള്ള നേരത്ത് പോലും സുബഹി നമസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക്? തണുപ്പുള്ള നേരത്തുള്ള നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുതാ, പൂർണ്ണമായ വുളു എടുത്തുകൊണ്ടാണ് നിങ്ങൾ കടന്നു വന്ന് നമസ്കരിക്കുന്നത് എങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. എന്നാൽ നമ്മുടെ പള്ളികളിലൊക്കെ ജമാഅത്തിന് അഥവാ സുബഹി ജമാഅത്തിന് എത്ര ആളുകൾ വരുന്നുണ്ട്? ആർക്കും ഒരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കാരണങ്ങളോ പറയാനില്ലാത്ത, എല്ലാവരും വിശ്രമിക്കുന്ന വേളയിൽ ആ വിശ്രമത്തിന് റബ്ബിന് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ അവിടെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. നിങ്ങൾക്കറിയോ, റോമായുദ്ധം അല്ലേ? റോമായുദ്ധം മാസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു. മാസങ്ങളോളം. നമ്മൾ ആലോചിക്കുക, ആ റോമായുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാക്കി ഉറപ്പായ സമയം. ഈ സമയത്ത് സുബഹിയോടടുത്ത സമയത്ത് സ്വഹാബത്തെല്ലാവരും സുബഹി നമസ്കാരത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്തായി നമസ്കാരം ആരംഭിച്ച സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമസ്കാരം തുടങ്ങിയ സമയത്ത് വുളു എടുക്കാൻ വേണ്ടി പോയി. അല്പം നേരം വൈകി എന്നാണ് അർത്ഥം. തിരിച്ചു വന്നപ്പോൾ നമസ്കാരം കഴിഞ്ഞു. കാരണം യുദ്ധസമയമാണ്, അധിക സമയത്തൊന്നും നിൽക്കൂല, ഒരുപാട് ഓതിക്കൊണ്ട് നിൽക്കൂല അല്ലേ? ആ ജമാഅത്ത് ആ സമയത്ത് നിർവഹിക്കുക, നമസ്കാരം നിർവഹിക്കുക എന്നുള്ള ആ നിർബന്ധ ബാധ്യതകളെയാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിക്കുക, യുദ്ധമുഖത്തു പോലും നബിയും സ്വഹാബത്തും ആ നമസ്കാരത്തിന് കാണിച്ച കണിശതകൾ എത്രയുണ്ട്. നമ്മൾ പരിശോധിക്കണം. നിങ്ങൾക്കറിയൂ, ആ യുദ്ധം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ, ജമാഅത്ത് കഴിഞ്ഞപ്പോൾ
പിന്നീട് ആ റോമാ യുദ്ധത്തെക്കുറിച്ച് ഏത് സമയത്ത് അദ്ദേഹം കേൾക്കുമ്പോഴും കരയുമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ നമ്മളെ രേഖപ്പെടുത്തി തരുന്നത്. എന്തേ കരഞ്ഞത്? അദ്ദേഹത്തിന് കാരണങ്ങൾ പറയാനുണ്ട്, ഇല്ലേ? ഒതുറായ കാരണങ്ങൾ പറയാനുണ്ട്. എന്നിട്ടും ആ ജമാഅത്ത് ലഭിക്കാത്തതിന്റെ പേരിലാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കാം, എത്ര ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഈ വേദനകൾ ഉണ്ടാകാറുണ്ടോ? നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമസ്കാരം നിലനിർത്തിയാൽ റബ്ബിന്റെ കാരുണ്യമുണ്ടാകും. രണ്ടാമത്തെ ഇവിടെ ഖുർആൻ പറഞ്ഞത് എന്ന സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. എല്ലാവരും നമസ്കാരങ്ങളൊക്കെ ക്ലിയറാണ്, പക്ഷേ സക്കാത്ത് കൊടുക്കുന്നതിൽ വളരെ ആമാന്തം കാണിക്കുന്ന പലരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ അതിന് കാര്യമുള്ളത്? സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. നമസ്കാരം കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. ആ പഞ്ചസ്തംഭങ്ങളിൽ ഒരു സ്തംഭത്തെ നമ്മൾ മാറ്റി നിർത്തുകയാണ് എങ്കിൽ അതിഗൗരവമായി കൊണ്ട് നമ്മൾ ആലോചിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. 7-ാമത്തെ സൂറ 204-ാമത്തെ വചനത്തിൽ അവിടെ ഖുർആൻ പറഞ്ഞത് വഇദാ ഖുരിഅൽ ഖുർആന, നിങ്ങൾ ഖുർആൻ പാരായണം കേട്ടാൽ ഫസ്തമിഉ ലഹു വഅൻസിതു, ആ വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിശബ്ദത പാലിച്ച് അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. അങ്ങനെ നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യം ലഭിച്ചേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഖുർആനിന്റെ പാരായണങ്ങൾ നമ്മൾ എവിടുന്ന് കേൾക്കുമ്പോഴും എന്ത് വേണം? നിശബ്ദത പാലിക്കണം. അത് മാത്രം പോരാ, അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. ജോലിക്കിടയിൽ ഫോണിലൂടെ ഖുർആൻ പാരായണങ്ങൾ ഇടുന്ന എത്രയോ ആളുകളുണ്ട്. യാത്രക്കിടയിൽ ഖുർആനിന്റെ പാരായണങ്ങൾ വെച്ചു പോകുന്ന പലരുമുണ്ട്. സഹോദരന്മാരെ, വെറുതെ വെച്ചാൽ പോരാ, മറിച്ച് എന്ത് വേണം? അത് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ളൊരു മനസ്സുകൂടി അതിനുണ്ടാകണം. അങ്ങനെയാണ് എങ്കിൽ ഏത് സമയത്തും നമ്മൾ ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കുമ്പോൾ നിശബ്ദത പാലിച്ച് ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ ആ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, റഹിമല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്ക് കരുണ ചെയ്യണം? പ്രവാചകന്റെ വാചകൻ ഇംറഅത്തൻ, ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്, ഒരു അടിമക്ക്. അടിമയുടെ പ്രത്യേകത എന്താ? സ്വല്ല, അയാൾ നമസ്കരിക്കുന്നു. ഖബലൽ അശ്രി, അസർ നമസ്കാരത്തിന് മുമ്പ് അയാൾ നമസ്കരിക്കുന്നു. അർബഅൻ, 4 റക്അത്ത്. ഒരുപക്ഷെ ഈ ഹദീസ് നമുക്കൊക്കെ പുതുമയുള്ളതായിക്കൊണ്ട് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അസർ നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ 4 റക്അത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ റഹിമല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം അവനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ റവാത്തീബ് സുന്നത്തുകൾ എന്ന്
12 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 12. ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് മുമ്പ് 2 അല്ല 4 റക്അത്താണ്. ശേഷം 4 റക്അത്ത്. അതുപോലെ തന്നെ മഗ്രിബിന് മുമ്പ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാന് ശേഷം 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റിന് മുമ്പ് റവാത്തീബ് സുന്നത്തുകൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും പ്രവാചകന്റെ ഹദീസിൽ 4 റക്അത്ത് അസ്റിന് മുമ്പ് 2 ആയിക്കൊണ്ട് നിങ്ങൾ നിർവഹിക്കുകയാണ് എങ്കിൽ അയാൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഇത്തരം സുന്നത്തുകൾ. ബോധപൂർവം നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും ഞാനും നിങ്ങൾ എവിടെ എത്തൂല? സ്വർഗത്തിലെത്തൂല. പിന്നെ അല്ലാഹു ആ കർമ്മങ്ങളെ അവന്റെ കാരുണ്യങ്ങൾ കൊണ്ട് മൂടണം, ശ്രേഷ്ഠതകൾ കൊണ്ട് നമ്മളെ പൊതിയണം. ആ റബ്ബിന്റെ കാരുണ്യം ലഭിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതുണ്ടാവുക. നമ്മുടെ സ്വർഗപ്രവേശനം സുരക്ഷിതമാവുക എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് രാത്രി നമസ്കാരത്തെ കുറിച്ചാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടെ പ്രവാചകൻ ആ ഹദീസ് നേരത്തെ പറഞ്ഞ അതേ വാചകം പറഞ്ഞതുപോലെ തന്നെയാണ്. റഹിമല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യട്ടെ. ആർക്ക്? റജുലൻ, ഒരു പുരുഷന്, ഒരു ആണിന് അല്ലാഹു കരുണ ചെയ്യട്ടെ. ആ പുരുഷന്റെ പ്രത്യേകത എന്താണ്? ഖാമ മിനൽ ലൈലി ഫസല്ല, അയാൾ രാത്രിയിൽ എഴുന്നേറ്റ് കൊണ്ട് നമസ്കരിക്കുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് അയാളതാ രാത്രി നമസ്കാരങ്ങൾ, ഖിയാമുൽ ലൈലുകൾ, തഹജ്ജുദുകൾ, ഖിയാമു റമദാനുകൾ, ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ അയാൾ നിർവഹിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, അയാൾ ഒറ്റക്കല്ല, വഅയ്ഖദ അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, ഇംറഅതഹു അഥവാ തന്റെ ഭാര്യയെ, തന്റെ ഇണയെ അദ്ദേഹം വിളിച്ചുണർത്തുന്നു. എന്തിനു വേണ്ടി? ഈ രാത്രി നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ഫഇൻ അബത്, അവളുടെ ഇണ, അവളുടെ ഭാര്യ അതിന് വിസമ്മതിച്ചാൽ, അവളുടെ മുഖത്തേക്ക് വെള്ളങ്ങൾ കുടഞ്ഞ് അവളെ രാത്രി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ രാത്രിയിൽ നമസ്കരിക്കുന്ന ആ പുരുഷനെ കുറിച്ച്, ആ ഭർത്താവിനെ കുറിച്ച്, ആ ഇണയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് റഹിമല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പരലോകത്തിന്റെ കാര്യത്തിൽ ഇണകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ പലപ്പോഴും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഭാര്യമാർ എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്. ഈ പ്രവാചകന്റെ ബാക്കി ഭാഗം നോക്കൂ നിങ്ങൾ. പ്രവാചകൻ ഈ ഹദീസിന്റെ ബാക്കി ഭാഗം പറഞ്ഞെന്താ? റഹിമല്ലാന്ന് പറഞ്ഞിട്ടാ ബാക്കി ഭാഗം പറഞ്ഞത്. അല്ലാഹു കരുണ ചെയ്യട്ടെ. ആർക്ക്? ഇംറഅതൻ, ഒരു സ്ത്രീക്ക്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ? ഖാമത് മിനൽ ലൈലി ഫസല്ലത്, അവളെ രാത്രി എഴുന്നേറ്റ് കൊണ്ട് നമസ്കരിക്കുന്നു. അയാൾ, ആ പെണ്ണ് ഒറ്റക്കല്ല. വഅയ്ഖലത് സൗജഹാ, തന്റെ ഭർത്താവിനെ, തന്റെ ഇണയെ കൂടി അദ്ദേഹം വിളിച്ചുണർത്തുന്നു. ഫഇൻ അബത്, ആ ഭർത്താവ് അതിന് വിസമ്മതിച്ചാൽ, നളഹത് ഫീ വജ്ഹിൽ മാ, തന്റെ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ആ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് രാത്രിയിൽ ഖിയാമുൽ ലൈലുകൾ, രാത്രിയിൽ തഹജ്ജുദുകൾ, രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുന്ന ആ സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് റഹിമല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീടുകളിൽ ഇത് സംഭവിക്കാറുണ്ടോ? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം.
ഒറ്റക്കല്ല സഹോദരന്മാരെ, ഭാര്യ കുറേ പണിയെടുത്ത് കുഴങ്ങിയിട്ടാണ് കടന്നുറങ്ങുന്നത് എന്ന ചിന്താഗതിയല്ല. ഭർത്താവ് പകല് മുഴുവനും അധ്വാനിച്ചിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്, ഭയങ്കര ക്ഷീണത്തിലാണ് കടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, ശ്രദ്ധിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടിയാൽ മാത്രമാണ് അവൻ്റെ സ്വർഗപ്രവേശനം നമുക്ക് സുരക്ഷിതമാവുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു, അള്ളാഹു കരുണ ചെയ്യുന്നതാണ്, മൻ സമിഅ മിന്നി ഹദീസ, ആരെങ്കിലും എൻ്റെ ഒരു ഹദീസ് കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ. പ്രവാചകന്റെ ഒരു വചനം കേട്ട് ആ വചനങ്ങൾ ആരാണോ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അള്ളാഹു അവരോട് കരുണ ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകന്റെ വചനങ്ങൾ കേൾക്കാത്ത ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ച ഈ വചനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അതാണ് ദഅവത്ത്. ദഅവത്ത് എന്ന് പറയുന്നത് അതാണ്. എന്തെല്ലാം അവസരങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിൽക്കുന്ന പ്രൊഫൈൽസ് നമ്മുടെ തൊട്ടടുത്താണ് നടക്കുന്ന സഹോദരന്മാർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര പ്രൊഫഷനായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് കയറി അല്ലേ പ്രവാചകന്റെ ഒരു വചനങ്ങൾ പറഞ്ഞു കൊടുത്തുക, അതിൻ്റെ ഗൗരവങ്ങൾ ഉണർത്തിക്കൊണ്ട് അവരെ ആ പ്രോഗ്രാമിലേക്ക് വിളിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാളെ നടക്കാറുള്ള തിരുത്തിയാട് മുളപ്പുറം എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നാളെ നമ്മുടെ ഒരു തസ്ഫിയ ആദർശ സമ്മേളനങ്ങൾ നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രവർത്തകർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ളൊരു പ്രദേശമാണത്. അവിടേക്ക് ആ ദീനെത്തിക്കുന്ന ഒരു സംരംഭത്തിൽ ഒരാളാകാൻ, ഒരു നന്മ നേടാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സാധിക്കും. ഓരോ പ്രോഗ്രാമിൽ നമ്മൾ വന്നിരിക്കുമ്പോഴും പ്രവാചകന്റെ ഒരു ഹദീസാണ് നമ്മൾ പഠിക്കും, നമ്മൾ ആലോചിക്കണം. ആ ഹദീസ് നമുക്ക് എത്ര ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ദീനി ദഅവ അല്ലേ, ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ, ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രവാചകന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് പഠിക്കാനുള്ള സംരംഭങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ നടക്കുന്ന നബിദിനം പ്രോഗ്രാം നമുക്കറിയാം, ഒരു സംവാദമാണ് നടക്കപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആനും സുന്നത്തിനെയും മാറ്റുരച്ചുകൊണ്ടുള്ള ഒരു സംവാദങ്ങളാണ് നടക്കപ്പെടുന്നത്. ഇതിലൊക്കെ നമ്മൾ എന്താക്കണം, നമുക്ക് പോയി കാണാനും കേൾക്കാനും കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ഫോണിലിരുന്ന് അത് കൃത്യമായി കേൾക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അല്ലേ, റബ്ബിൻ്റെ ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ട് എന്തേ ഉപയോഗപ്പെടുത്താതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ സഹോദരന്മാരെ, കൃത്യമായി മറുപടി പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങൾ നമ്മൾ എന്താക്കണം, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ വെക്കേഷൻ സമയത്ത് നടത്തപ്പെടുന്നതാണ് അൽവാൻ എന്ന പ്രോഗ്രാം. നാളെയും മറ്റന്നാളുമായിക്കൊണ്ട്
കല്ലമ്പാറ സെന്ററിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് മക്കൾ. അവരെ അതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലേ, പ്രവാചകന്റെ ഒരു വാചകം അവർ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ജീവിതത്തിലേക്ക് പകർത്താൻ. നാളെ ആ മക്കൾ നമുക്ക് വേണ്ടി നമ്മുടെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പടച്ചോനെ എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കളാക്കിക്കൊണ്ട് വാർത്തെടുക്കാൻ ഇത്തരം സംരംഭങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, ഉപയോഗപ്പെടുത്തണം. അപ്പോൾ മാത്രമാണ് റബ്ബിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗത്തിൽ വിചാരണകൾക്ക് വിധേയമാകുമ്പോൾ ലഘുവായ വിചാരണക്ക് വിധേയമായിക്കൊണ്ട് അവൻ്റെ കാരുണ്യങ്ങൾ കൊണ്ട് മൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളിൽ പ്രവേശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ധാരാളം രോഗികൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് പറഞ്ഞു. മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രായമുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരാളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട് രോഗികൾ. അള്ളാഹുയുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുയുടെ വേദനകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർ, ഇന്നലെ നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മുടെ കൂടെ സജീവമായി കൊണ്ട് ഓടി നടന്നിട്ടുള്ള മുക്കം കക്കാട് പ്രദേശത്തുള്ള മാനാക്ക അഹമ്മദ് കുട്ടി എന്ന സാഹിബ് ഇന്നലെ ഗൾഫിൽ വെച്ചുകൊണ്ട് അറ്റാക്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ല പ്രോഗ്രാമുകൾ നടത്തി അവിടെയുള്ള ഒരു വലിയ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്ത് ആ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം ഗൾഫിലേക്ക് പോയി. ഗൾഫിലും ഇതുപോലെ ദഅ്വാ രംഗത്ത് സജീവമായി കൊണ്ട് നിൽക്കുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം. നോക്കൂ നിങ്ങൾ, ഇന്നലെ ആ മരണം കേട്ടപ്പോൾ ആളുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മരണങ്ങളായി. ചിലത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله. اللهم صل على